ഹായ് എവരിവൺ, ഡോക്ടർ ഡാനിൽ സലീമാണ്. നമ്മളോട് ഇന്ന് ആരുണ്ട്? ദുവ. നമ്മൾ ഇന്നൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതെന്താ സാധനം? അരി അല്ലെങ്കിൽ റൈസ്. ഓക്കെ, ഇത് ഈ കുപ്പി നിറച്ച് അരിയുണ്ട് അല്ലേ? ഈ കുപ്പിക്കകത്തൊന്നുമില്ല. ഈ ഒരു ഓറഞ്ചിനെ നമുക്ക് ഈ കുപ്പിക്കകത്ത് കയറ്റി ഇത് അടയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, അപ്പം ഞാൻ ട്രൈ നോക്കട്ടെ. കണ്ട് അടയ്ക്കാൻ പറ്റുന്നില്ല. ഇനി ഇതേ സെയിം സാധനം കറക്റ്റാണ്, ഇത് പറഞ്ഞത് കറക്റ്റാണ്. ഇനി നമുക്ക് ഇതേ സെയിം സാധനം ഇപ്പുറത്തെ കുപ്പിയിലോട്ട് ആക്കാൻ പറ്റും നോക്കാം. ഇപ്രാവശ്യം നമ്മൾ ഒരേ ഒരു കാര്യമാണ് വ്യത്യാസമുള്ളൂ. നേരത്തെ ആദ്യം അരി വെച്ചു, അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഓറഞ്ച് വെച്ചു. ഇനി നമ്മൾ ആദ്യം ഓറഞ്ച് വെക്കാൻ പോവാം. ഓക്കെ, പറ്റൂല എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാവേ. ഓറഞ്ച് വെച്ചതിന് ശേഷം നമ്മൾ അരി തട്ടുവാണ്. ലൈക്ക് എ വാട്ടർഫോൾ. എന്താ നമുക്ക് നോക്കാം. സർപ്രൈസിങ് ആണോ? ഫുള്ള് കയറി കണ്ടോ? ഫുള്ളായി. ഒരു അല്പം കണ്ടോ എങ്ങനെ ഫുള്ള് കയറി കണ്ടോ? ഇനി നമുക്ക് അടയ്ക്കാൻ നോക്കട്ടെ. കണ്ടോ, അടയ്ക്കാൻ പറ്റി. അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? അതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സാധനം നമ്മൾ ആദ്യം വെച്ചു. അതിന് ചുറ്റിനും, ഈ ഓറഞ്ചിന് ചുറ്റിനും എല്ലാം അരിക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്കത് ഫുൾ കവറായി ഈ സ്ഥലത്ത് തന്നെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം കേട്ടോ. അതായത് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതുവരെ രാവിലെ എണീറ്റ് പല്ല് തേക്കുക, അതുപോലെ തന്നെ കുളിക്കുക, അതിനുശേഷം നമ്മൾ ആഹാരം കഴിക്കുക, പിന്നെ പഠിക്കുക, ഹോംവർക്ക് ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഫുൾ ടൈം കളിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നമുക്ക് ഒരു സമയം കിട്ടത്തില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഓറഞ്ച് പോലെ നേരത്തെ പോലെ ആയിരിക്കും. എന്തായിരിക്കും സംഭവിക്കുന്നത്? ഓറഞ്ചിനെ കയറ്റാൻ പറ്റത്തില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്യാൻ സമയം കിട്ടില്ല നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ ടൈം മൊത്തം പോകും. അവസാനം നമ്മൾക്ക് വലിയ കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ വലിയ കാര്യം ചെയ്യാൻ പറ്റില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ അപ്പോൾ നോക്കിയോ, എല്ലാ ചെറിയ കാര്യങ്ങളും ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മളെ കൊണ്ട് കയറ്റാൻ നോക്കുമ്പോൾ പറ്റില്ല. അപ്പോൾ ഇത് ഒരുപാട് ഒരു ദിവസത്തെ ടൈമാണെന്ന് വിചാരിച്ചു. 1 day ടൈമാണ്. ഈ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോവുക. അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ എൻ്റർടൈൻമെൻ്റ് ഉള്ള കാര്യങ്ങൾ, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? ഇത്രയും എന്തായാലും കളിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത്രയൊക്കെ എന്തായാലും കളിക്കാം. കളിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കളിച്ചാൽ മതി. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായോ? അപ്പോൾ എന്താ നമ്മുടെ മെസ്സേജ് എന്താ? ആദ്യം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു ദിവസം ചെയ്യേണ്ടത് കണ്ടുപിടിച്ച് അതാദ്യം ചെയ്യണം അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂടുതൽ ടൈം ബാക്കി കാര്യത്തിന് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ. ഓക്കെ, ബൈ.